ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ വീണ്ടും അറിയിക്കുന്നു. ചില മാസങ്ങൾ കഴിഞ്ഞാണ് വീണ്ടും വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എല്ലാവർക്കും എക്യൂപ്പ് അപ്പോളജറ്റിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈസ മരിച്ചോ. അപ്പോൾ നമ്മുടെ അബ്ദുൽ ബാസിലും അതുപോലെ ഡോക്ടർ ഹുസൈനും അതുപോലെ അഹമ്മദിയാക്കളുടെ ഇടയിലൊക്കെയുള്ള ഒരു കൺഫ്യൂഷനാണ്. ഇതിന് ആധാരമായിട്ട് കാരണം അബ്ദുൽ ബാസിൽ ചെയ്ത ഒരു വീഡിയോയാണ്. കുറച്ച് നാളുകൾ മുമ്പ് ചെയ്തതാണ്. സമയം കിട്ടാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നീണ്ടുപോയി എന്നേ ഉള്ളൂ. നമ്മൾ ജനറലായിട്ട് അതിനെ പറയും ഇസ്ലാമിക് ഡയലമ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയക്കുഴപ്പം. ഇന്ന് നമ്മളപ്പോൾ വീഡിയോ ഓരോന്നായിട്ട് നോക്കി നമ്മുടെ അബ്ദുൽ ബാസിലിൻ്റെ ആ ഒരു ക്ലെയിമിനെ ഇസ്ലാം ലോകം തന്നെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളൊരു പോയിന്റിലേക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് 3 പേരുടെയും പ്ലേ ചെയ്യാം. ആദ്യം ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അബ്ദുൽ ബാസിലിൻ്റെ. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ അദ്ദേഹം ചെയ്ത വീഡിയോ യേശു തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ് അൺമാസ്കിങ് അനാമലീസിൽ ചെയ്തൊരു വീഡിയോ ആണ്. നമുക്കതൊന്ന് ആദ്യം കേൾക്കാം, അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുമില്ല, അവർ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടുമില്ല താനും. അപ്പോൾ ഈസാ നബിയെ, മസീഹിനെ, അതായത് ജീസസ് ക്രൈസ്റ്റിനെ അവർ എന്ത് ചെയ്തിട്ടില്ല? കൊലപ്പെടുത്തിയിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. പിന്നെ എന്താ സംഭവിച്ചത്? എങ്കിലും അവർക്ക് തിരിച്ചറിയാതാക്കപ്പെട്ടിരിക്കുകയാണ് അവിടെ സംഭവിച്ചത്. ഇപ്പം അവിടെ ഒരു ക്രൂശീകരണം നടന്നിട്ടുണ്ടല്ലോ ചരിത്രത്തിൽ എന്ന് നമുക്ക് കാണാൻ പറ്റും. യേശുവിനെ തന്നെയാണ് ക്രൂശീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ യേശുവിനെ അവർക്ക് തിരിച്ചറിയാൻ ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അവിടെ ഒരു ചരിത്രത്തിലൊരു ക്രൂശീകരണം നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ യഹൂദന്മാരും ക്രൈസ്തവരും ഒക്കെ ക്ലെയിം ചെയ്യുന്നത് യേശുവിനെ അവർ കുരിശിച്ചു എന്നുള്ള ഒരു വാദമായിട്ട് വന്നു. പക്ഷേ സംഭവം അങ്ങനെ നടന്നിട്ടില്ല. അതാണ് ഖുറാനിൽ പറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഖുറാനിൽ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെന്താ സംഭവിച്ചേ അത് നോക്കാം. ഞാൻ എൻ്റെ ബാക്കി ഭാഗം പ്ലേ ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രത്തിലൊരു ക്രൂശിലെ മരണം അല്ലെങ്കിൽ ഒരു ക്രൂശീകരണം എന്നുള്ള സംഭവം നടന്നിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം. പക്ഷേ മരിച്ചത്, ക്രൂശിൽ കയറിയത് യേശു അല്ല. ഇദ്ദേഹം പറഞ്ഞു വരുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ തിയറിയാണ്. എങ്കിലും നമുക്കതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. പറ്റാത്ത രൂപത്തിൽ മറ്റൊരാളെയാണ് അവർ ക്രൂശീകരിച്ചിട്ടുള്ളത്. യേശു ക്രിസ്തുവിനെ ദൈവം ആ ഒരു പ്രശ്നത്തിൽ നിന്നും സംരക്ഷിച്ചു എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വേർഷൻ. യേശു ക്രിസ്തു അപ്പോൾ നിങ്ങൾ കേട്ട് കാണും, യേശുവിനെ ക്രൂശിൽ കയറ്റാൻ ശ്രമിച്ചു, പക്ഷെ അതിന് പറ്റിയില്ല. മറ്റൊരാളെയാണ് ക്രൂശിക്കാൻ ശ്രമിച്ചത്. ഇത് ഓർത്തോണം കേട്ടോ. പിന്നെ വേറൊരു മുസ്ലിം പണ്ഡിതൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറീനെ എന്താ പറയുന്നത്, നമ്മുടെയൊക്കെ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞ കാലിൽ വാരി എടുത്ത് അടിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ചെയ്തിട്ടുണ്ട് വേറൊരു മുസ്ലിം പണ്ഡിതൻ. ഇതിൻ്റെയൊക്കെ കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർ വലിയ ആശയക്കുഴപ്പത്തിലാണ്. അത് രസകരമായിട്ട് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം. എനിവേ, മുമ്പോട്ട് പോവാം. ക്രൂശീകരിക്കപ്പെട്ടിട്ടില്ല. അവർക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ യേശുവിനെ ദൈവം രക്ഷിച്ചു എന്നുള്ളതാണ് ഇസ്ലാമിക് വേർഷൻ. നിശ്ചയമായും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭിന്ന അഭിപ്രായത്തിലായവർ, അല്ലെ, യേശുവിന് എന്തു സംഭവിച്ചു എന്നുള്ള വിഷയത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ്, പലതരം ഭിന്നമായ അഭിപ്രായങ്ങളാണ്. അങ്ങനെ അഭിപ്രായത്തിലുള്ളവർ അദ്ദേഹത്തിൻ്റെ സംഭവത്തെക്കുറിച്ച് സംശയത്തിൽ തന്നെയാണുള്ളത്. എല്ലാവർക്കും സംശയമാണ്, എന്താ സംഭവിച്ചത്, എന്താ സംഭവം എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമാണ്. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള വഹി, അതായത് ദൈവത്തിൽ നിന്നുള്ള ദിവ്യബോധനം പറയുകയാണ്, അവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. പിന്നെ എന്താ ഉള്ളത്? ഊഹത്തെ പിൻപറ്റലല്ലാതെ. പല ആളുകളും പലതരം ഊഹങ്ങൾ, അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള കുറച്ച് ഊഹങ്ങൾ മാത്രമാണ് ആളുകൾക്കുള്ളത്. എന്നാൽ ദൈവം പറയുകയാണ്, എല്ലാം അറിയുന്ന ദൈവം യേശുവിനെ കുറിച്ചുള്ള വൃത്താന്തം ജനങ്ങൾക്ക് അറിയിക്കുകയാണ്. ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല. വമാ ഖതലൂഹു യഖീന, അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ അള്ളാഹു അവങ്കിലേക്ക് ഉയർത്തുകയത്തെ ചെയ്തിട്ട്, ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി, അവങ്കിലേക്ക് അള്ളാഹു ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു. അപ്പോൾ ഇസ്ലാമിക് വേർഷൻ
ഓക്കെ, ഇപ്പം നമ്മൾ ഇദ്ദേഹം പറയുന്ന വേർഷൻ നമ്മൾ കേട്ടു. ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ക്രൂശീകരണം എന്നൊരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. പക്ഷേ യേശുവിനെ അല്ല ക്രൂശിച്ചത്, മറ്റൊരു പകരക്കാരനെ ആയിരുന്നു ക്രൂശിച്ചത്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ വേർഷൻ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വരുമ്പോൾ ഒത്തിരി, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനുണ്ട്. ഇതാരാ ചെയ്തത്? യേശു ക്രൂശിൽ കയറിയോ? യേശുവിനെ ക്രൂശിച്ചോ? അതോ എന്തോ സംഭവിച്ചോ? ഇങ്ങനെ ഒത്തിരി പലരും പല തരത്തിലാണ് വിശ്വസിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഊഹാപോഹത്തിലാണ് പലരും എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇസ്ലാം ലോകം ഈ വിഷയത്തിൽ ഊഹാപോഹത്തിൽ ജീവിക്കുന്നത് പോലെ വേറെ ആരും ജീവിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് നമുക്ക് തെളിവും കൂടെ കാണാം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ അഹമ്മദിയാക്കൾ ഈ വിഷയത്തിൽ പറയുന്ന കാര്യം കൂടെ നമുക്ക് ഒന്ന് കേൾക്കാം. ഓക്കെ, അപ്പോൾ അഹമ്മദിയാക്കൾ ഈ വിഷയത്തിൽ പറയുന്നത്, ഇതൊരു രസകരമായ ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ വിഷയം കേട്ട് തന്നെ നമുക്ക് പോകാം. ഓക്കെ, സോ ഞാനൊന്ന് പ്ലേ ചെയ്തോട്ടെ. ഇത് രണ്ട് സ്ഥലത്താണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഈ ഒരു വാക്ക് വന്നിട്ടുള്ളത്. ഒന്ന് ഇവിടെ പറഞ്ഞ സൂറ ആൽ ഇമ്രാനിലും, അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് സൂറ മായിദയിലും. അപ്പോൾ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഈ വാക്കിനെ എങ്ങനെ മനസ്സിലായത്, ഈസാ നബിയെ പറ്റി പറഞ്ഞതിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ മനസ്സിലാക്കി, അതുപോലെ തന്നെ മുഹമ്മദിൻ്റെ സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും ഇതിന് ഇത്തരത്തിലുള്ള മരണമെന്നല്ലാതെ വേറൊരു അർത്ഥം ഇല്ല എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് സൂറ മായിദയിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുമായിട്ടുള്ള ആ ഒരു സംഭാഷണം, ഖിയാമത്ത് നാളിലെ ഒരു സംഭാഷണം പറയുന്നുണ്ട്. അള്ളാഹു ചോദിക്കും, അല്ലയോ ഈസ, നീയാണോ എന്നെ കൂടാതെ നിന്നെയും നിൻ്റെ മാതാവിനെയും ആരാധ്യരായിട്ട് സ്വീകരിക്കാൻ പറയുമെന്ന് പറയുമ്പോൾ ഈസാ നബി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നീ എന്നോട് പറഞ്ഞത് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു. അപ്പോൾ കുന്തു അലൈഹിം ഷഹീദം മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി, എന്നാൽ നീ എനിക്ക് വഫാത്ത് നൽകിയതിന് ശേഷം പിന്നെ നീ തന്നെയാണ് അവരുടെ മേൽനോട്ടത്തെക്കാരെന്ന് പറഞ്ഞ അതിൽ കിതാബു തഫ്സീർ, സഹി ബുഖാരിയിൽ കിതാബു തഫ്സീറിൽ മുഹമ്മദ് നബിയുടെ ഒരു റിവായത്ത് വരുന്ന ഒരു ഹദീസ് വരുന്നുണ്ട്, അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിട്ടുള്ള. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ത്യനാളിൽ ഒരുപാട് ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട്, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ കാണും. അപ്പോൾ ഞാൻ അവരോട് പറയും, ഉസൈഹാബി ഉസൈഹാബി, ഇത് എൻ്റെ സമുദായമാണ്, ഇത് എൻ്റെ ജനതയാണ് എന്ന് പറയുമ്പോൾ, എൻ്റെ അനുയായികളാണ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അപ്പോൾ എന്നോട് പറയപ്പെടും, നിനക്കറിയില്ല നീ മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ താങ്കൾ മരിച്ചതിന് ശേഷം ഇവരെന്തെല്ലാമാണ് പ്രവർത്തിച്ചത് എന്ന് നിനക്കറിയില്ല എന്ന് പറയുമ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫ അഖൂൽ, അപ്പോൾ ഞാൻ പറയും, കമാ ഖാലൽ അബ്ദു സ്വാലിഹ്, അതായത് അള്ളാഹുവിൻ്റെ ഒരു വരിഷ്ഠദാസനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് തന്നെ ഞാൻ പറയുമെന്ന് പറഞ്ഞിട്ട് ഇതേ ആയത്ത്, ഈസാ നബി പറഞ്ഞ ഇതേ ആയത്ത്, കുന്തു അലൈഹിം ഷഹീദം മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി കുന്തു അൻത റഖീബ അലൈഹിം. അപ്പം അതേ കാര്യം എടുത്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പരിപൂർണമായിട്ടും ഏറ്റെടുക്കപ്പെട്ടുകൊണ്ട് ആകാശത്തേക്ക് പോയിട്ടാണോ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയത്? അല്ലല്ലോ. നമുക്കറിയാം, സാധാരണ എല്ലാ മനുഷ്യന്മാരും മരിക്കുന്നത് പോലെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത്. ഓക്കെ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ കോട്ട് ചെയ്യുന്ന പല ഭാഗങ്ങളുണ്ട്. മുഹമ്മദ് നബി പറയും, ഇതെൻ്റെ സമൂഹമാണ് എന്ന് പറയുമ്പോൾ, നീ മരിച്ചതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ നിനക്കറിയത്തില്ലല്ലോ. അപ്പോൾ ആ ഭാഷ എങ്ങനെയാണോ ഈസാ നബി പറഞ്ഞത്, അതായത് സൂറ 5:116 എനിക്ക് തോന്നുന്നു, ഞാനത് ഒന്ന് എടുത്ത് വായിച്ച് കേൾപ്പിക്കാം. അതിനകത്തും ഈ പറയുന്നുണ്ട് ലാസ്റ്റ് ഭാഗങ്ങൾ. സൂറ മായിദയുടെ 116 വേഴ്സ് തൊട്ടാണത് തുടങ്ങുന്നത്. അതിൻ്റെ 117 അതെങ്ങനെയാണ്, നീ എന്നോട് കൽപ്പിച്ച, ഇത് പറയുന്ന ഈസയാണ്, ഓക്കെ, നീ എന്നോട് കൽപ്പിച്ച കാര്യം, അഥവാ എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവെ നിങ്ങൾ ആരാധിക്കണം എന്ന കാര്യം മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു. ഇനി പറയുന്ന ഭാഗമാണ് മുഹമ്മദ് പറയുന്നതും ഇതും ഒരുപോലെയാണെന്ന് ഈ അഹമ്മദിയ സഹോദരങ്ങൾ ഇവർ പറയുന്നത്. പിന്നീട് എന്നെ
നീ എന്നെ പൂർണ്ണമായും ഏറ്റെടുത്തപ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ പൂർണ്ണമായും ഏറ്റെടുത്ത് അല്ലെങ്കിൽ തവഫൈത്തീനി കുന്ത അന്ത എന്ന് പറയുക. പിന്നെ ഇങ്ങനെ വരുന്നുണ്ട് ആ ആയത്ത് തുടങ്ങുന്നത് മാ കുൽത്തു ലഹും ഇല്ല, എനിക്ക് അറബി അറിയത്തില്ല. അപ്പോൾ അതിനകത്ത് പറയുന്ന അവർ ആ വേർഡ് പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഫലമ്മ ഫൈത്തീനി എന്ന് പറയുന്ന ആ ഭാഗത്ത് ആണ്. അപ്പോൾ പൂർണ്ണമായും ഏറ്റെടുക്കുക, അത് മരണമാണ്, വഫാത്തായി എന്ന് പറയുന്ന ആ ഭാഗമാണ് എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണോ ഈസ പറഞ്ഞത് അത് തന്നെയാണ് മുഹമ്മദ് നബിയും പറയുന്നത്. മുഹമ്മദ് നബിയുടെ മരണവും ഈസയുടെ മരണം അല്ലാതെയാകുന്നതും എങ്ങനെയാണ്? ജെന്യുവിനായൊരു ചോദ്യം. സോ ഇവർ വിശ്വസിക്കുന്നത് ഈസ മരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ വിശ്വാസം വേറൊരു ലൈനിലാണ്. അത് ഈസ ക്രൂശിൽ മരിച്ചു എന്നുള്ള വിശ്വാസമില്ല. ഇവർ പറയുന്നത് സ്വാഭാവിക മരണം മരിച്ചു എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ അബ്ദുൽ ബാസിൽ, പുള്ളി ഒരു മുജാഹിദ് വിശ്വാസിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുന്നി വിഭാഗത്തിൽ തന്നെയുള്ളൊരു ഗ്രൂപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഞാൻ തെറ്റാണെങ്കിൽ എനിക്കറിയത്തില്ല. എനിവേ, അദ്ദേഹം വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് നോ, ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ തിയറിയാണ്. അല്ലെങ്കിൽ ഈസയ്ക്ക് പകരമായിട്ട് വേറൊരാളാണ് കൊല്ലപ്പെട്ടത്. ഈസയെ തന്നെയാണ് കൊല്ലാൻ ശ്രമിച്ചത്, പക്ഷേ ഈസയെ കൊല്ലാനായിട്ട് പറ്റിയില്ല. ഈസയ്ക്ക് പകരമായിട്ട് വേറൊരാൾ കൊല്ലപ്പെട്ടു. പക്ഷേ ക്രൂശീകരണം എന്നുള്ളൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് ഇതിൻ്റെ തന്നെ ബാക്കി ഭാഗം കൂടെ നമുക്ക് കേൾക്കാം. രസകരമായൊരു ഭാഗം കേട്ടോ ഇത്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവർ ഈ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിലുള്ള ഊഹാപോഹങ്ങൾ കാണിക്കുകയാണ്. എന്നിട്ട് ഇവർ ഇത് മറ്റുള്ളവരുടെ ക്രൈസ്തവരുടെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോഴാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നത്. ഇവരിപ്പോൾ എങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല. ഈ അടുത്തിടയ്ക്കൊക്കെ ആയിട്ട് ഇവർക്ക് ഈസാ നബി എന്ന് പറയാൻ പോലും ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നേ ഒരു അപകർഷതാബോധം പോലെയൊക്കെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ യേശു ക്രിസ്തു എന്നൊക്കെ പറഞ്ഞ് ക്രൈസ്തവരുടെ സെയിം ടെർമിനോളജി അതേപടി ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ വാച്ച് ചെയ്യാം. എന്തായാലും അവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് തുടർന്ന് കേൾക്കാം. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ വാക്ക് വിശുദ്ധ ഖുർആനിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി സൂറത്തുൽ മാഇദയിൽ 116, 117 ആയത്തിൽ ഉപയോഗിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാം പറയുന്നു ഫലമ്മ തവഫൈതനി കുൻത അൻത റഖീബ് അലൈഹിം. അപ്പോൾ തവഫ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അതിൻ്റെ തഫ്സീർ, അതിൻ്റെ വിശദീകരണമായിക്കൊണ്ട് വിശുദ്ധ ഖുർആന് ശേഷം ഏറ്റവും പ്രബലമായ ഗ്രന്ഥം എന്ന് പറയുന്ന സഹീഹ് ബുഖാരിയിൽ കിതാബു തഫ്സീറിൽ അത് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമായി കൊണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന് എന്ത് വ്യാഖ്യാനം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ ഒരു വ്യാഖ്യാനമാണ് ഇതിൻ്റേത്. ഫലമ്മ തവഫൈതനി എന്ന് പറഞ്ഞാൽ ഞാനും അതേപോലെ പറയും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതർത്ഥത്തിലാണോ അത് പ്രയോഗിച്ചത് അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെയും പ്രയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഫലമ്മ തവഫൈതനി എന്ന് ഈസാ നബി അലൈഹി സ്വലാം ഏതർത്ഥത്തിലാണ് പറഞ്ഞത് അതേ അർത്ഥത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മ തവഫൈതനി എന്ന് പറഞ്ഞതിനർത്ഥം മരണം എന്നാണെങ്കിൽ എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ഈ സമുദായം പ്രവർത്തിച്ചത് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഈസാ നബി അലൈഹി സ്വലാം പറയുന്ന അതേ കാര്യമാണ്, എൻ്റെ മരണത്തിന് ശേഷം എന്താണ് അറിയില്ല എന്ന്. പിന്നെ ഇതേ വാക്കിന് ഇതേ സഹീഹ് ബുഖാരിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായിട്ടുള്ള ഹദ്റത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് മുതവഫീക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുമീതുക എന്നാണ്. ഈ വീഡിയോയിൽ കോട്ട് ചെയ്ത സൂറ ആൽ ഇംറാനിലുള്ള ആയത്താണല്ലോ. അപ്പൊ മുതവഫീക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മുമീതുക, മരിപ്പിക്കുന്നവനാണ്. അപ്പോൾ ഈ മുതവഫീക എന്ന അർത്ഥം മരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്, മരിപ്പിക്കുന്നവനാണ് എന്നുള്ള അർത്ഥം മാത്രമേ അതിന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചുരുക്കി പറയുന്നതിന് മുമ്പായിട്ട് ഇവർ പറയുന്ന വേഴ്സ് സൂറ 3:55. ഓക്കെ, ഈ മുത്തവഫീക എന്ന് പറഞ്ഞ് അവർ പറയാൻ ഉപയോഗിക്കുന്നത്. ഈ വിഷയത്തിൽ ഞാൻ പല വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ഭാഗം ഒന്ന് വായിക്കാം. സൂറ ആലു ഇമ്രാൻ അതിൻ്റെ 55 വേഴ്സ്. അള്ളാഹു പറഞ്ഞ സന്ദർഭം, ഹേ ഈസ, തീർച്ചയായും നിന്നെ നാം പൂർണ്ണമായും ഏറ്റെടുക്കുകയും എൻ്റെ അടുക്കിലേക്ക് ഉയർത്തുകയും സത്യനിഷേധികളിൽ നിന്ന് നിന്നെ നാം ശുദ്ധമാക്കുകയും നിന്നെ പിന്തുടർന്നവരെ ഉന്നതന്മാരാക്കുകയും ചെയ്യുന്നതാണ്. എൻ്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം. നിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഞാൻ നിങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് വേഴ്സ്. അതിൻ്റെ ആരംഭ ഭാഗം ഇദ്ദേഹം പറയുന്ന മുത്തവഫീക ആ ഭാഗം ഞാൻ വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ ഈ മലയാളം അറബിയിൽ നിന്നാണ് ഇത് വായിക്കുന്നത്.
അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഇത് ഖാലല്ലാഹു യ ഈസ ഇന്നി മുത്തവഫീക വ റാഫിയൂക ഇലയ്യ വ മുത്വഹീറുക മിനല്ലദീന എന്ന് പറഞ്ഞ് പിന്നെ ആ വേഴ്സ് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നി മുത്തവഫീക വ റാഫിയൂക, അതിനകത്ത് ഈ മുത്തവഫീക എന്ന് പറയുന്നത് മരണം എന്നല്ലാതെ അതിന് വേറെ അർത്ഥം ഇല്ല ഈ കോണ്ടെക്സ്റ്റിൽ കേട്ടോ. പിന്നെ ഉറക്കവേളയിൽ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ആത്മാവിനെ എടുക്കുന്നതിനും ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 20-25 പ്രാവശ്യത്തോളം ഈ പദമോ അല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ട് വേർഡിനോട് ചേർന്നുള്ള വ്യത്യസ്ത പ്രയോഗങ്ങൾ ഖുറാനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് ഉറക്കവേളയിൽ ആത്മാവിനെ എടുക്കുന്നു എന്നുള്ള ഒരു പ്രയോഗം ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം മരണത്തോടുള്ള ബന്ധത്തിലാണ് അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഇവരും പറഞ്ഞ് വരുന്നത്. സോ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. സൂറ 3:55 മുത്തവഫീക്ക, ഞാൻ നിന്നെ മരിപ്പിക്കും എന്ന് പറയുന്നത് ഇവരെന്ത് ചെയ്തു? നമ്മുടെ പൊതുവെ എനിക്കൊന്ന് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് വിശ്വസിക്കുന്നത്, ഈസ മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ വേറൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, ഞാൻ അതിനെയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്ക് ഇദ്ദേഹം പറയുന്നതും കൂടി ഒന്ന് ലാസ്റ്റ് ഒന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഈ ഒരു വാക്കിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ വാക്ക് തവഫ എന്നുള്ള വാക്കിന് മരണം എന്നുള്ള അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവഫൈത്തിന് എന്നതിന് മരണം എന്നുള്ള അർത്ഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹാബി ഈ വാക്കിന് മുത്തവഫീക എന്ന് പറഞ്ഞാൽ മുമീത്തുക, മരിപ്പിക്കുന്നവനാണ് എന്നുള്ള അർത്ഥമാണ് കൊടുക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്ന അർത്ഥം ഇതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന അർത്ഥം ഇതാണ്, റസൂലുള്ളാഹിയുടെ സഹാബി കൊടുക്കുന്ന അർത്ഥമാണ്. ഇതിനെതിരായിട്ട് പൂർണ്ണമായി എടുക്കുക എന്നുള്ള ഒരർത്ഥം വിശുദ്ധ ഖുർആനിൽ എവിടെയും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും ഉപയോഗിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ എവിടെയും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല അറബി ഭാഷയിൽ ഇങ്ങനെ ഒരു പ്രയോഗം ഒരു സ്ഥലത്തും കാണിക്കാനും സാധ്യമല്ല. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധ ഖുർആനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെയും സഹാബാക്കളെയും അതേപോലെ തന്നെ അറബി ഭാഷയും പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഇങ്ങനെ ഒരു അർത്ഥം എടുക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയാണുള്ളത്? അപ്പോൾ എന്ത് യുക്തിയാണുള്ളത്? നമ്മുടെ ബാസിൽ അബ്ദുള്ള, നിങ്ങൾക്ക് യുക്തി ഈ വിഷയത്തിലുണ്ടോ? ഖുറാനെയും തള്ളിക്കൊണ്ട്, നബിയെയും തള്ളിക്കൊണ്ട്, അതുപോലെ തന്നെ സഹാബിമാരെയും തള്ളിക്കൊണ്ട്, അറബി ഭാഷയെയും തള്ളിക്കൊണ്ട് ഇല്ലാത്തൊരർത്ഥം നിങ്ങൾ കൊണ്ട് കൊടുക്കുക. രസമുണ്ട് അല്ല? ഞാനിത് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അബ്ദുൽ ബാസിൽ പറയുന്നുണ്ട് ജനങ്ങൾ ഊഹാപോഹത്തിലാണെന്ന്. അവരറിയത്തില്ല എന്തോ ചെയ്യും, ഇതെങ്ങനെ ഡീൽ ചെയ്യും, ഈസ മരിച്ചോ ഇല്ലയോ, ആകെ കൺഫ്യൂഷനിലാണ്. ആര് കൺഫ്യൂഷനിലാണ്? മുസ്ലിങ്ങൾ കൺഫ്യൂഷനിലാണ്. നിങ്ങൾക്കത് തുറന്ന് പറയാൻ മടിയുണ്ട്. ഓക്കെ, മുസ്ലിങ്ങൾ കൺഫ്യൂഷനിലാണ്. ആ കൺഫ്യൂഷനാണ് നമ്മൾ ഇവിടെ എടുത്ത് കാണിച്ചു തരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷനിൽ ജീവിക്കുക. അതിൻ്റെ സത്യം പറഞ്ഞാൽ അങ്ങനെ കൺഫ്യൂഷനിൽ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. സൂറ 10:94 പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുറാനിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുൻവേദങ്ങൾ വായിച്ചു വരുന്നവരോട് പോയി ചോദിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇതുപോലെ ഈ ഇസ്ലാമിക് ഡയലമയിൽ ഇങ്ങനെ ജീവിക്കേണ്ട കാര്യം ഒന്നും ഇല്ല. എനിവേ, ഇനി അടുത്തത് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് ഒരു സുന്നി പണ്ഡിതൻ്റെ വോയിസാണ്. അപ്പോൾ ഇദ്ദേഹവും വളരെ പോപ്പുലറായിട്ടുള്ള, ഇസ്ലാം ലോകത്തിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പണ്ഡിതനാണ്, ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം ഇതും നമുക്ക് കേൾക്കാം. ഞാൻ ഇനി പ്ലേ ചെയ്യാൻ പോകുന്ന ഈ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണ് ഉള്ളത്. ഈ ഇംഗ്ലീഷിലുള്ള വീഡിയോ നമുക്ക് ഏകദേശം കേൾക്കാം. ഒന്നിൽ ഹാഫ് വേയിലോ അതല്ലെങ്കിൽ അതിന് പൂർണ്ണമായും കേട്ടതിന് ശേഷം ഞാനതിനെ മലയാളത്തിലോട്ട് പരമാവധി അതിൻ്റെ ആശയം നഷ്ടപ്പെടാത്ത വിധത്തിൽ ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം. വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് കേൾക്കാവുന്നതേ ഉള്ളൂ. യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ ഭാഷയും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഇത് പറയുന്നത് ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ. They saw him die on the cross. They were convinced he could not have been the Messiah. What they did not know was that Allah made it appear to them that he was crucified. What's the definition of crucifixion?
it is that you should die by hanging on the cross. What is the definition of death? Answer. The definition of death is that Allah should send the angel to take the soul and not return it. Is there anyone who differs with me? The definition of death is that Allah should take the soul and not return it. Can Allah take a soul and return it? Tell the schoolboy, go back and study the Quran. ഓക്കെ ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം ഇപ്പോൾ നമ്മുടെ അബ്ദുൽ ബാസിലൊക്കെ, അല്ലെങ്കിൽ ബാസിൽ അബ്ദുള്ള ആണോ, എനിവേ ബാസിൽ പറഞ്ഞ പോലെ ആ സെയിം വേഴ്സ് തന്നെയാണ് സൂറ അന്നിസായുടെ 157 വേഴ്സ്. അള്ളാഹുവിൻ്റെ ദൂതനായ മറിയമിൻ്റെ മകൻ മസീഹ് ഈസയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും വാസ്തവത്തിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല, പക്ഷേ അവർക്ക് തിരിച്ചറിയാതാവുകയാണുണ്ടായത്. അപ്പോൾ ഈ തിരിച്ചറിയാതാവുകയാണുണ്ടായത് എന്നുള്ളതിനെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം, അല്ലെങ്കിൽ ബാസലിൻ്റെയൊക്കെ അഭിപ്രായത്തിൽ വേറൊരാളാണ് ആ സ്ഥാനത്ത് ക്രൂശിക്കപ്പെട്ടത്. അപ്പോൾ ഈസയെയാണ് അവർ കൊല്ലാൻ ശ്രമിച്ചതെങ്കിലും അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല, അവർ തിരിച്ചറിയാതെ വേറൊരാളെ കൊന്നു. ഇതാണ് അവർ പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ, ഇതൊരു മുസ്ലിം പണ്ഡിതനാണ്, സുന്നി മുസ്ലിം പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് പക്ഷേ അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായത്. ഇതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്, മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വേർപെടുത്തുകയും പിന്നീട് ആത്മാവിന് തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് മരണം എന്ന് വിവക്ഷിക്കുന്നത്. ഇനി അദ്ദേഹം ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം, പക്ഷേ അള്ളാഹുവിന് ആത്മാവിനെ എടുക്കുകയും ആത്മാവിനെ തിരിച്ചു കൊടുക്കാൻ പറ്റുകയും ചെയ്യുമോ? ഓക്കെ, അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ ജസ്റ്റ് ഇങ്ങനെ മെല്ലെ പറയുന്നുണ്ട് യെസ് പറ്റും എന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളും കൂടെ നമുക്ക് കേട്ടതിന് ശേഷം ഒന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, കൺഫ്യൂഷൻ കണ്ടോ? ഇസ്ലാം ലോകത്തിലെ ആ ഒരു ഊഹാപോഹങ്ങൾ, അള്ളാഹുവിന് മര്യാദയ്ക്ക് എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം ഇവിടെ എഴുതി വെച്ചാൽ മതിയായിരുന്നു. ഒന്നിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വേറൊരാളെയാണ് ക്രൂശി കയറ്റിയത് എന്നങ്ങ് തുറന്നെഴുതണമായിരുന്നു. അതല്ലെങ്കിൽ പറയണമായിരുന്നു യേശു, അല്ലെങ്കിൽ ഇവരുടെ ഭാഷയിൽ പറഞ്ഞ ഈസ മരിച്ചു, പക്ഷേ ക്രൂശിലല്ല മരിച്ച. അഹമ്മദിയാക്കൾ വിശ്വസിക്കുന്ന പോലെ വേറെ എവിടെയൊക്കെ പോയി, എനിക്കൊന്ന് ഇന്ത്യയിലൊക്കെ വന്ന് മരിച്ചു എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. അങ്ങനെ അങ്ങ് ഡയറക്റ്റ് പറഞ്ഞാൽ മതി. ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ ഷെയ്ഖ് ഇമ്രാൻ പറയുന്നത് പോലെ സംഭവം ഈസ ക്രൂശിലേക്ക് കയറി, കാരണം യഹൂദർ കൊല്ലാൻ ശ്രമിച്ചത് ഈസയാണല്ലോ, അതുകൊണ്ട് അവർ പിടിച്ചു, ക്രൂശിൽ കയറ്റി, എന്നിട്ട് ക്രൂശിൽ നിന്ന് പൊക്കിക്കൊണ്ട് പോകാറുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് കേൾക്കാം. ഇദ്ദേഹം പറയുന്നത് ക്രൂശിൽ കയറുകയും മരിക്കുകയും ജനങ്ങൾ ഈസ മരിച്ചു എന്ന് ചിന്തിച്ച് കബറടക്കുകയും ചെയ്തു. അതിനുശേഷം ആ കബറിൽ വെച്ച് അള്ളാഹു ആത്മാവിനെ തിരിച്ചു കൊടുക്കുകയും തന്നിലേക്ക് ഉയർത്തുകയും ചെയ്തു എന്നുള്ളൊരു വേർഷനാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. നമുക്കത് കേൾക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇസ്ലാം ലോകത്തിൽ വിവിധ പഠിപ്പിക്കലുകൾ നിലനിൽക്കുന്നു? ഒറ്റ കാരണമേ ഉള്ളൂ, ഇസ്ലാം ലോകത്തെ മൊത്തം അള്ളാഹു കൺഫ്യൂഷനിലാക്കി. എന്നിട്ട് കുറ്റമാർക്ക് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്ന ബൈബിളിൽ, അതായത് യേശുക്രിസ്തു താൻ മരിക്കുന്നതിന് മുമ്പേ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞറിയിക്കുകയും താൻ പറഞ്ഞതുപോലെ തന്നെ യെരുശലേമിൽ വെച്ച് അവർ, അതായത് യഹൂദന്മാരുടെ ലീഡേഴ്സ് യേശുക്രിസ്തുവിനെ പിടിച്ച് മരണത്തിന് ഏൽപ്പിക്കുകയും ക്രൂശിക്കുകയും 3-ാം നാൾ യേശു പറഞ്ഞതുപോലെ തന്നെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്തു. അങ്ങനെ ആ ഡീറ്റെയിൽ ബൈബിളിലെ എത്ര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോറി വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് യേശു മരിച്ചു എന്ന് കൺക്ലൂഷനിലെത്താൻ യാതൊരു കുഴപ്പവുമില്ലാത്ത വിധത്തിൽ എക്സ്പ്ലെയിൻഡ് ആണ്. എന്ത് പറ്റാം, എന്ത് ചെയ്യാം. പക്ഷേ അള്ളാഹുവിന് സംഭവം ഖുർആൻ ഇറക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും തരാനുള്ള നേരം കിട്ടിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ മുസ്ലിം ലോകം ഇതുപോലെ ഇന്നും ഊഹാപോഹത്തിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. എനിവേ, നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ കേൾക്കാം. ഇദ്ദേഹം പറയുന്നത്, So then what did Allah do to make it appear?
that he died. Let me warn you. And my language is sometimes very harsh because that's the only language some people can understand. Don't come with this nonsense. Because it is not only pathetic nonsense, it is absolutely sinful to say that Allah, wa na'udhu billah min hadha, Allah calls someone else to take the appearance of Nabi. വാവ്. ചെവിയുള്ള മുസ്ലിങ്ങളെല്ലാം കേൾക്കട്ടെ ഈ ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ പറയുന്ന കാര്യം. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറിയുമായിട്ട് വരുന്ന മുസ്ലിങ്ങൾക്ക് നമ്മുടെ ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ പറയുന്നൊരു കാര്യമുണ്ട്. Let me warn you, because some people only understand the harsh language എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്, ഒരു വാണിംഗ് കൊടുക്കണ്ട്. ഇത് പത്തറ്റിക് നോൺസെൻസ് ആണെന്ന്. ഏത്? മുസ്ലിം ലോകത്തിൻ്റെ വിശ്വാസം, ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ലോകത്തിൻ്റെ വിശ്വാസവും പത്തറ്റിക് നോൺസെൻസ്. നോൺസെൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വിഡ്ഢിത്തം, നോൺസെൻസ്, പത്തറ്റിക് നോൺസെൻസ്. ലെറ്റ് മീ വാൺ യു വൺ മോർ ടൈം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെ, ബാക്കി ഭാഗം നമുക്ക് കേൾക്കാം. ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറിയും കൊണ്ട് ന്യായവിധി ദിവസത്തിലേക്ക് വന്നു പോകരുതെന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ലിസൺ ടു ഹിം. Nabi Isa alayhi salam, and that innocent man, innocent because he never claimed to be the Messiah, he was crucified. Wait for judgment day with that nonsense. Pathetic nonsense. It's not there in the Quran, it's in your imagination. It's not there in Quran, it's in your imagination. സത്യല്ലേ? ഖുറാനിലുണ്ടോ സംഭവം? ഇല്ല, ഇത് നിങ്ങളുടെ ഇമാജിനേഷൻ. ഓക്കെ, ഞാൻ ഇമാജിനേഷൻ എന്ന് തീർത്ത് പറയത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ കൈൻഡ് ഓഫ് പണ്ഡിതന്മാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം അള്ളാഹു സംഭവം എഴുതാൻ മറന്നുപോയെങ്കിൽ നിങ്ങളുടെ പണ്ഡിതന്മാർ ഇതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അബ്ദുൽ ബാസിലിന് ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത്. ഖുറാനിലുണ്ട്. ഞാൻ ഇബിൻ കത്തീറിൻ്റെ പുസ്തകത്തിൽ ഇത് വായിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഇറക്കിയ ആ വീഡിയോയിൽ ഞാൻ അതിൻ്റെ റെഫറൻസും അതിൻ്റെ സ്ക്രീൻഷോട്ടും ഒക്കെ ഇട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ അതിനകത്ത് ഉണ്ട്. എനിവേ, നമ്മുടെ ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ പറയുന്നത് പോലെ ഇത് ഖുറാനിലില്ല. ഇത് നിങ്ങളുടെയും നിങ്ങളെ ഇത് പഠിപ്പിച്ച നിങ്ങളുടെ പണ്ഡിതന്മാരുടെയും ഇമാജിനേഷനാണ്. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് പോലെ ഈ ഇമാജിനേഷൻ്റെ ഫാൻസി ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യുന്നത് നിർത്തിയിട്ട് അദ്ദേഹം പറയുകയാണ് ഖുറാൻ ഒന്ന് തുറന്ന് വായിച്ചു നോക്കാൻ. എനിവേ, എന്തായാലും ഇദ്ദേഹം പറയുന്നത് പോലെയും ഖുറാൻ വായിച്ചാലും പൂർണ്ണമായിട്ട് കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെന്ത് ചെയ്യണം? അള്ളാഹു പറയുന്നത് പോലെ, ഏത് 10:94 ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ, ഈ വിഷയത്തിൽ എന്നല്ല, ഇതിൽ ഇറക്കിയതിൽ, അതായത് നിനക്ക് മുഹമ്മദിന് ഇറക്കിയ ഈ ഗ്രന്ഥത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുൻവേദങ്ങൾ വായിച്ചു വരുന്നവരോട് ചോദിച്ചാൽ കാര്യങ്ങൾ പിടികിട്ടും. എവിടെ ഇവർ വരുമോ? എന്തായാലും നമ്മുടെ ഷെയ്ഖ് ഹുസൈൻ ബാക്കി കാര്യം കൂടെ പറയട്ടെ, നമുക്ക് ശ്രദ്ധിക്കാം. That's the way it is. And yet it took the world of Islam by storm. What a brainwash ummah we are today. That's beautiful. അദ്ദേഹം ഒരു കൺഫഷൻ നടത്തുന്ന കണ്ടോ? വാസ്റ്റ് മെജോറിറ്റി ഓഫ് ഇസ്ലാം വേൾഡ് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഈ ഒരു ഉമ്മത്ത് ഇങ്ങനെ ആയിപ്പോയത് എങ്ങനെ? അദ്ദേഹത്തിൻ്റെ ആ വിഷമം കണ്ടോ? സത്യമല്ലേ? അതായത് ഇന്ന് ഇസ്ലാം ലോകം, അതിനകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് ഈസ മരിച്ചിട്ടില്ലെന്നാണ്. ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അഹമ്മദീയ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഈസ മരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ പറയുന്നത് നോ, വേറൊരാൾ മരിച്ചു, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി പത്തറ്റിക് നോൺസെൻസ് ആണെന്ന് പറയുന്നു. എങ്കിൽ പോലും മുസ്ലിം ലോകം ഈ പത്തറ്റിക് അല്ലെങ്കിൽ മഹാവിഡ്ഢിത്തത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിം ഉമ്മത്താണല്ലോ. എന്തൊരവസ്ഥയാണ് നമ്മുടെ ഉമ്മത്തിൻ്റെ എന്ന് ഇദ്ദേഹം പറയുന്നു. സത്യം കേട്ടോ, നിങ്ങളുടെ ഇസ്ലാം ഉമ്മത്തിൻ്റെ അവസ്ഥ വളരെ പത്തറ്റിക്കാണ്, ശോചനീയമാണ്. കറക്റ്റ്, പത്തറ്റിക് എന്നുള്ള വാക്കിൻ്റെ മലയാള പദം ശോചനീയമാണ്. നിങ്ങളുടെ വിശ്വാസ കാര്യങ്ങളുടെ അവസ്ഥ ശോചനീയമാണ്. ഷെയ്ഖ് ഇമ്രാൻ ഹുസൈനോട് ചേർന്ന് ഞാനും പറയുകയാണ്,
ശോചനീയമാണ്, ദയനീയമാണ്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. എന്താണ് ഈ മുസ്ലിം പണ്ഡിതൻ പറയുന്നത്, എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതും കൂടെ കേട്ടതിന് ശേഷം നമുക്ക് പിന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. Well, then what happened? Well, then why don't you go to the Quran? Let the Quran explain rather than go on fancy flights of imagination. You're going to tell Allah on Judgment Day, you caused that man to assume the appearance of someone? And he who never claimed to be the Messiah, he was crucified. That is an act of injustice. You attributing injustice to Allah? What foolishness. But where are the scholars who will correct this foolishness? That's why I have to be so forceful in my language. Allah took his soul. They thought he was dead. They took down the body. They put the body in the cave. They sealed the cave. Allah returned the soul. As simple as that. Nobody knew that the ഓക്കെ, ഈ ഭാഗം ഞാൻ ഒന്നോടെ ഇന്ന് പ്ലേ ചെയ്തതിന് ശേഷം വേർഡ് ടു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. ഞാനൊന്ന് പുറകോട്ടായിക്കോട്ടെ. ഫ്യൂ സെൻറ്റൻസ്, മേ ബി ഫ്യൂ സെക്കൻഡ്സ്. ഓക്കെ. body. Allah took his soul. Forceful in my language. Allah took his soul. ഓക്കെ, ഫ്യൂ സെക്കൻഡ്സ്. They thought he. That's why I have to be so forceful in my language. Allah took his soul. അള്ളാഹു They ഈസയുടെ thought he was സോളിനെ dead. എടുത്തു. They took down the body. The scholars will correct this foolishness. ഓക്കെ ഓക്കെ, ഇവിടുന്ന് That's why I have to be so forceful. Justice to Allah, what foolishness. But where are the scholars who will correct this foolishness? That's why I have to be so forceful in my language. എനിക്കിത്രമാത്രം ശക്തമായ ഭാഷ ഉപയോഗിക്കേണ്ടി വരുന്നത് ആരാണ് ഈ മുസ്ലിം ഉമ്മത്തിനെ ശരിയാക്കുക? അതായത് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്തും ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവർക്ക് ആര് പറഞ്ഞു കൊടുക്കും? അതുകൊണ്ടാണ് എനിക്കിത്രമാത്രം ശക്തമായ ഭാഷ ഉപയോഗിക്കേണ്ടി വരുന്നത്. Allah took his soul. ഈസ ക്രൂശിൽ കിടക്കുമ്പോൾ അള്ളാഹു ഈസയുടെ ആത്മാവിനെ എടുത്തു. They thought he was dead. ജനങ്ങൾ ചിന്തിച്ചു ഈസ മരിച്ചു എന്ന്. They took down the body. അതിനുശേഷം ഈസയുടെ ശരീരത്തെ അവർ ക്രൂശിൽ നിന്ന് ഇറക്കി. They put the body in the cave. ഈസയുടെ ശരീരത്തെ അവർ ഖബറിൽ വെച്ചു. They sealed the cave. ഓർ ഖബർ അവർ സീൽ ചെയ്തു, അല്ലെങ്കിൽ ഖബർ അടച്ചു. Allah returned the soul. ഖബറിൽ വെച്ച് അള്ളാഹു ആത്മാവിനെ തിരിച്ചു കൊടുത്തു. As simple as that. അത്രയേ ഉള്ളൂ. Nobody knew that the soul was returned. ജനങ്ങൾ ആരും അറിഞ്ഞില്ല അള്ളാഹു ആത്മാവിനെ ഈസയ്ക്ക് തിരിച്ചു കൊടുത്തു എന്ന്. And Allah raised him. അതിനുശേഷം അള്ളാഹു ഖബറിൽ നിന്ന് ഈസയെ ഉയർപ്പിച്ചു. But let me warn you one more time. എന്നാൽ ഞാൻ നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് വാണിംഗ് തരികയാണ്. If you stick with this theory of substitution, you are going to be in a pathetic state on Judgment Day. എന്നാൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതിനെ അവഗണിച്ച്, ഓക്കെ അങ്ങനെ എക്സാക്റ്റ് പറയുന്നില്ല എങ്കിലും, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി അല്ലെങ്കിൽ ഈസയുടെ സ്ഥാനത്ത് മറ്റൊരാളാണ് മരിച്ചത് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളുടെ അവസ്ഥ ശോചനീയമായിരിക്കും. Let me warn you one more time. Let me warn you one more time.
Wow, wow, wow. That's interesting. ഓക്കെ, സോ എന്താണ് കൺക്ലൂഷൻ? ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, അതായത് നമ്മുടെ അബ്ദുൽ ബാസിലൊക്കെ പറയുന്നത് പോലെ ഭയങ്കര കൺഫ്യൂഷനാണ്. പക്ഷേ ഇസ്ലാമിൽ അതിനെയാണ് ഇസ്ലാമിക് ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഇസ്ലാമിക് ഡയലമ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു ചോദ്യം, ഇപ്പോൾ നമ്മുടെ മുജാഹിദ് ബാക്ക്ഗ്രൗണ്ടാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മുടെ അബ്ദുൽ ബാസിൽ പറഞ്ഞ അതാണോ ശരി, അതോ സുന്നി പണ്ഡിതനായ ഷെയ്ഖ് ഇമ്രാൻ പറഞ്ഞതാണോ, ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ പറഞ്ഞതാണോ, അതോ അഹമ്മദിയാക്കൾ പറഞ്ഞതാണോ? എന്താ ശരി? എവിടെ നിന്നാണ് ഈ ഇസ്ലാമിക ലോകത്തിന് ഒരു 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 ക്ലാരിറ്റി എവിടെ നിന്നാണ് കിട്ടുക? ക്ലാരിറ്റി കിട്ടും, അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. 10-94 ഞാൻ കൂടെ പറയുന്നൊരു കാര്യം, അത് മുൻവേദങ്ങൾ വായിച്ചു വരുന്നവരോട് ചോദിച്ചു നോക്കുക, അവർ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളിങ്ങനെ പരസ്പരം ഒരാൾ മറ്റൊരാൾക്കെതിരായി, അവർ മറ്റേ രണ്ടുപേർക്കും എതിരായിട്ട് ഇങ്ങനെ അബ്ദുൽ ബാസിൽ വേഴ്സസ് ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ വേഴ്സസ് അഹമ്മദിയാക്കൾ വേഴ്സസ്, ഇനിയുണ്ട്, ഒത്തിരി പേരുണ്ട് കേട്ടോ, പലരും പല വിധത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് പോകേണ്ട ഒരു കാര്യം ഇല്ല. എനിവേ, വ്യക്തതയുള്ള അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണവും അതിൻ്റെ ഉദ്ദേശവും, യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷമുള്ള പുനരുദ്ധാനവും സ്വർഗാരോഹണവും യേശുക്രിസ്തുവിൻ്റെ തിരിച്ചുവരവ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, പ്രസ്താവിച്ചിട്ടുണ്ട്. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രോഫസീസ്, യേശുക്രിസ്തുവിൻ്റെ ജീവിതവും യേശുക്രിസ്തുവിൻ്റെ പ്രബോധന കാര്യങ്ങൾ, അതുപോലെ യേശുക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിലോട്ട് വന്നത്, ക്രൂശിലെ മരണത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കെ ഊഹാപോഹത്തിൽ ജീവിക്കുന്ന, ഇപ്പോൾ കണ്ടല്ലോ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഊഹാപോഹത്തിലുള്ളത്. നമ്മൾ ആരെ വിശ്വസിക്കും? പണ്ഡിതനായ ഷെയ്ഖ് ഇമ്രാൻ ഹുസൈനെ വിശ്വസിക്കണോ, അതോ സൂറ 3:55 പറഞ്ഞിരിക്കുന്ന മുത്തവഫിക്ക എന്നുള്ളത് മരണം എന്നുള്ളത് അല്ലാതെ വേറൊരർത്ഥം അതിനില്ല ആ കോണ്ടെക്സ്റ്റിൽ എന്ന് പറയുന്ന, അതുകൊണ്ട് തന്നെ അത് മരണമെന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് പറയുന്ന നമ്മുടെ അഹമ്മദിയ സഹോദരങ്ങളെ വിശ്വസിക്കണോ, അതോ ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന നമ്മുടെ അബ്ദുൽ ബാസിലിനെ വിശ്വസിക്കണോ? എന്തായാലും നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലാക്കുക. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ, ഖുറാനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടില്ല. ഇതെന്നല്ല ഖുറാനിൽ ഒട്ടുമിക്ക സംഭവങ്ങളുടെയും പൂർണ്ണതയില്ല. ഒരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയങ്ങളുടെയും പൂർണ്ണത നിങ്ങൾക്ക് ഖുറാനിൽ കാണാൻ പറ്റില്ല. പിന്നെ എന്തേ ഉള്ളൂ, നിങ്ങൾക്ക് സൂചനകളൊക്കെ ഉണ്ട്. ലൈക്ക് ഈസ മുത്തവഫിക്കായി, എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങൾ ചോദിക്കുകയാണ്, ഓക്കെ, ഞങ്ങളുടെ സമൂഹത്തിൽ ഇങ്ങനെ 2, 3, 4 വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, എന്തായാലും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മുൻവേദങ്ങൾ വായിച്ചു വരുന്നവരോട് പോയി ചോദിക്കാൻ പറയുക. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവരോടും യഹൂദരോടും ഒക്കെ പോയി ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, യഹൂദന്മാരുടെ വിശ്വാസം എന്താണെന്ന് ഓൾറെഡി നിങ്ങൾ കണ്ടു. എന്നാൽ ഈ വിഷയത്തിൽ ഇത് ഇഞ്ചിയിലാണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ന്യായമായിട്ടും ചോദിക്കേണ്ടത്, ഇത് അന്വേഷിക്കേണ്ടത് ഇഞ്ചിയിലായിരിക്കും. ഇനി വേറൊരു കാര്യമുണ്ട്, ഇന്നുള്ള ബൈബിളല്ല അന്നുള്ളതല്ല എന്നുള്ള നിങ്ങളുടെ അടവ് നയങ്ങളൊക്കെ നമുക്കറിയാം. ഈ പെടും എന്ന് കാണുമ്പോൾ പിന്നെ ഭയങ്കര തെരിയുടെ പരിപാടികളാണല്ലോ. എന്നിട്ട് ഈ മുഹമ്മദിനെ കുറിച്ച് മുൻവേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കാനായിട്ട് എടുത്തുകൊണ്ട് വരുന്നത് ഇന്നത്തെ ബൈബിൾ. ഭയങ്കര രസമാണ്, നിങ്ങളുടെ തമാശകളൊക്കെ ഭയങ്കര രസമാണ്. എനിവേ, സോ ഈസ മരിച്ചോ? സത്യം എന്താണ്? അബ്ദുൽ ബാസിൽ പറയുന്നു ഇല്ല, മരിച്ചില്ല. അഹമ്മദിയാക്കൾ പറയുന്നു മരിച്ചു. സൂറ 3:55 അങ്ങനെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഷെയ്ഖ് ഇമ്രാൻ പറയുന്നത് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി ഏറ്റെടുക്കുക, അല്ലെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തി തിരിച്ചു കൊടുക്കാതിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ അള്ളാഹു ഈസയ്ക്ക് ആത്മാവിനെ തിരിച്ചു കൊടുത്തു എന്നുള്ളത് കൊണ്ട് മരിച്ചുയർത്തെഴുന്നേറ്റു, അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിച്ചു ഈസ മരിച്ചു എന്ന്. ശരീരത്തെ ക്രൂശിൽ നിന്ന് താഴെ ഇറക്കി ഖബറിൽ വെച്ചു, ഖബർ സീൽ ചെയ്തു. എന്നാൽ ഖബറിൽ വെച്ച് അള്ളാഹു ആത്മാവിനെ തിരിച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ
ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ്റെ വാദം. ഇതൊക്കെ നിങ്ങളൊന്ന് പഠിക്കുക കേട്ടോ, ഒന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ഈ വിഷയത്തിൽ ഇറക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഹോംവർക്കൊക്കെ നല്ലതാണ്. എന്തായാലും ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് എക്യുപ് അപ്പോളജറ്റിക്സ്. ഗോഡ് ബ്ലസ് യു ഓൾ.